നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത ആമ്പല്ലൂരിൽ വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജനം. പറപ്പൂക്കര ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. പീച്ചി ഡാം റിസർവോയറിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. ആനക്കുട്ടിക്ക് അവശത ഉണ്ടായിരുന്നതായി വനം വകുപ്പ്. തൃശൂരിൽ പെർമിറ്റില്ലാതെ ഓടിയ ബസ് RTO എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഒരു മാസത്തിന് ശേഷം പവന് സ്വർണ്ണവില 69,000 താഴെ എത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാത ആമ്പല്ലൂരിൽ വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജനം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ U-ടേൺ അടച്ചതോടെ ആമ്പല്ലൂർ സ്തംഭിച്ച അവസ്ഥയായിരുന്നു. ടോൾ പ്ലാസ മുതൽ ആമ്പല്ലൂർ സെന്റർ വരെയാണ് ഗതാഗത സ്തംഭനമുണ്ടായത്. വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ജോലിക്കായി പോകുന്നവർ അടക്കം നിരവധി യാത്രക്കാരാണ് യാത്രാ ദുരിതത്തിൽ വളഞ്ഞത്. സ്വകാര്യ ബസ്സുകൾക്ക് സമയത്തെത്താൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് തൃശൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ പുതുക്കാട് സിഗ്നലിൽ പോയി തിരിച്ചെത്തണമെന്ന തലതിരിഞ്ഞ ഗതാഗത പരിഷ്കാരം നടത്തിയതാണ് ഗതാഗത കുരുക്ക് വർദ്ധിക്കാൻ കാരണം. ഉച്ചയോടെ NHAI അധികൃതരും കരാർ കമ്പനി പ്രതിനിധികളും പോലീസും സ്ഥലത്തെത്തി. ആയിരക്കണക്കിന് വാഹനങ്ങളും 10,000-കണക്കിന് ജനങ്ങളുമാണ് വീണ്ടും വിചാരമില്ലാത്ത NHAI നടത്തിയ ഗതാഗത പരിഷ്കാരത്തിൽ വലഞ്ഞത്. രാവിലെ അരമണിക്കൂറിലേറെ സമയമെടുത്താണ് ആമ്പല്ലൂർ പിന്നിട്ടത്. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോയത്. ജനങ്ങൾ രോഷാകുലരായാണ് ഗതാഗത കുരുക്കിനെതിരെ പ്രതികരിച്ചത്. ആമ്പല്ലൂരിലെ തിരക്ക് കുറയാണെങ്കിൽ ആ അടിപ്പാത ഓടി വണ്ടികൾ വിട്ടു കഴിഞ്ഞാൽ ആമ്പല്ലൂരിൽ തിരക്ക് കുറയുള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ തിരക്ക് കൂടുകയുള്ളൂ. 2 വണ്ടിക്ക് പോകാനുള്ള വീതി ഇവിടെ ഇല്ല. ഇവർ കാണ കയറിയിട്ടിട്ട് ഇവർ സർവീസ് റോഡ് ക്ലിയർ ആക്കിയിട്ടിട്ട് പണികൾ തുടങ്ങാൻ വെച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് ജനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവുള്ളൂ. ദേശീയപാത സ്തംഭിച്ചതോടെ വലിയ വിമർശനമാണ് ഉണ്ടായത്. വൈകിട്ടോടെ അധികൃതർ U-ടേൺ തുറന്നു. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുൽസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച രാവിലെ ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാന നടന്നു. വൈകിട്ട് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ഗജവീരന്മാർ ആചാരം ചെയ്ത് അണിനിരന്നു. ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം കൂട്ടിൽ നിന്നിറക്കി. തിരുമുടി എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ഭക്തി നിർഭരമായ കൂടുതുറക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആളുകളാണ് എത്തിയത്. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പള്ളിപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ ജോസ് തട്ടല, ജോസ് തെക്കേതല, സെക്രട്ടറി റെജിൻ പാലത്തിങ്കൽ എന്നിവർ നേതൃത്വം വഹിച്ചു. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 5-നും 6-നും 7-നും 8-നും 9-നും കുർബാന. 10:30 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3-ന് കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവയുണ്ടാകും. വൈകിട്ട് 7-ന് തിരുശേഷിപ്പ് ആശീർവാദം, 8:30-ന് ബാൻഡ് വാദ്യാഘോഷം, 10:30-ന് വിശുദ്ധന്റെ തിരുസ്വരൂപം മദ്ബഹയിലെ രൂപക്കോട്ടിൽ പ്രതിഷ്ഠിക്കൽ എന്നിവ നടക്കും. 23-ന് 8-ാം ഇടവും ഊട്ടുതിരുനാളും ആഘോഷിക്കും. പീച്ചി ഡാം റിസർവോയറിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. ആനക്കുട്ടിക്ക് അവശത ഉണ്ടായിരുന്നതായി വനം വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് വാണിയമ്പാറ പ്ലാക്കോട് ചെളിയിൽ കുടുങ്ങിയ നിലയിൽ ആനയെ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടത്. 3-4 മാസം പ്രായം വരും എന്നാണ് വനം വകുപ്പ് നിഗമനം. ആനക്കൂട്ടം കുട്ടിയാനയുടെ അടുത്തു നിന്നും മാറാതിരുന്നതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം വിഫലമായത്. തൃശൂരിൽ പെർമിറ്റില്ലാതെ ഓടിയ ബസ് RTO എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. CJ റിജോയുടെ ഉടമസ്ഥതയിലുള്ള ബസ്സാണ് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെ പിടികൂടിയത്. ബസ്സിലുണ്ടായിരുന്ന 20 യാത്രക്കാരെ KSRTC ബസ്സിൽ കയറ്റിവിട്ടു. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ബസ്സിന് പെർമിറ്റില്ലെന്ന് കണ്ടെത്തി.
തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് MVI PV ബിജു, AMVI K വിപിൻ എന്നിവരാണ് ബസ് പിടികൂടിയത്. വ്യാഴാഴ്ച പുലർച്ചെ 5:45 ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ബസ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പിടികൂടിയത്. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി കപ്പൽ യാത്രയൊരുക്കി വെണ്ടോർ ഗോൾഡൻ ഏജ് കെയർ. വെണ്ടോറിൽ നിന്നും 50 പേരാണ് യാത്രയിൽ പങ്കെടുത്തത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വെണ്ടോർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ നിർവഹിച്ചു. 5 മണിക്കൂറോളം കൊച്ചിയിൽ കപ്പൽ യാത്ര നടത്തി. ആട്ടവും പാട്ടും ഗെയിംസുമായി നിറഞ്ഞ ആവേശത്തോടെയാണ് ഗോൾഡൻ ഏജ് കെയർ അംഗങ്ങൾ യാത്ര ആസ്വദിച്ചത്. നെപ്പോ ചിറമൻ, ജെയ്സൺ മഞ്ഞളി, ബിജു പൊളിക്കൻ, ആന്റോ മഞ്ഞളി, ജോസ്, ബിന്ദു ജോസഫ്, മിനി, ആന്റോ എന്നിവർ നേതൃത്വം നൽകി. മെയ് 21 അടുത്ത 50 പേരുമായി വീണ്ടും യാത്ര പോകുന്നുണ്ട്. വെണ്ടോർ ലെഷർലാൻഡിൽ പ്രവർത്തിക്കുന്ന ഗോൾഡൻ ഏജ് കെയർ വയോജനങ്ങൾക്ക് സഹായമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. മെഡിക്കൽ ക്യാമ്പ്, വിനോദപരവും ആഘോഷപരവുമായ പരിപാടികൾ, നിയമസഹായം തുടങ്ങിയ നിരവധി സേവനങ്ങളാണ് ഗോൾഡൻ ഏജ് കെയർ നൽകി വരുന്നത്. അളകപ്പനഗർ പഞ്ചായത്തിലെ മത്സ്യമാംസ വ്യാപാരികളുടെ യോഗം നടത്തി. ജൂൺ 15 എല്ലാ വ്യാപാരികളും പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ മത്സ്യമാംസ കച്ചവട സ്ഥാപനങ്ങളും ജൂൺ 15 ശേഷം പഞ്ചായത്ത് അടച്ചുപൂട്ടുമെന്ന കർശന നിർദ്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ രഘു, JHO ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു. ആളൂർ ആസ്ഥാനമായുള്ള മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ശനിയാഴ്ച സൗജന്യ കരിയർ കൗൺസിലിംഗ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് നടപ്പാക്കുന്ന കരിയർ പാത്ത് ഫൈൻഡർ പ്രോഗ്രാമിന്റെ ഭാഗമായി ആളൂരിലെ ബാങ്ക് ഹാളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ നടക്കുന്ന കരിയർ കൗൺസിലിംഗിൽ SSLC, +1, +2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ ആങ്കാരത്ത്, സെക്രട്ടറി ഷാജു വാഴപ്പള്ളി, കൗൺസിലർ NS സന്തോഷ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CBSE 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ മുപ്ലിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിന് 100% വിജയം. 10ാം ക്ലാസ് പരീക്ഷയിൽ KS ദേവാഞ്ജന, ക്ലാരിസ് K അജി, പവൻ ഷാജൻ, ജസ്വിൻ ബിജു, ഹെൻസൺ ഹെൻറി എന്നിവർ ഫുൾ A1 നേടി. +2 പരീക്ഷയിൽ ക്രിസ് ഷോണി, ഐറിൻ റോസ് തോമസ്, പൂജ കടവത്ത് ശിവരാമൻ എന്നിവർ A1 കരസ്ഥമാക്കി. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985 SSLC ബാച്ചിന്റെ കുടുംബസംഗമവും വാർഷിക പൊതുയോഗവും ഞായറാഴ്ച രാവിലെ 9 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. രാവിലെ 11 നടക്കുന്ന സമ്മേളനം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക KS ഉദയയ്ക്കുള്ള യാത്രയയപ്പും ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ 6 വിദ്യാർത്ഥികളെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും ചടങ്ങിൽ നടക്കും. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1560 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ ഒരു മാസത്തിന് ശേഷം സ്വർണ്ണവില 69,000 താഴെയെത്തി. വ്യാഴാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വില 68,880 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 199 രൂപ കുറഞ്ഞ് 8,610 രൂപയായി. വെള്ളിയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 107 രൂപയാണ്. തിരുനെൽവേലി മനോന്മണീയം സുന്ദരനാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബോട്ടണിയിൽ PhD നേടിയ വെള്ളിക്കുളങ്ങര സ്വദേശി ആഗ്നൽ ജോയ് വടാശ്ശേരിയിൽ പരേതനായ ജോയുടെയും മേഴ്സിയുടെയും മകനാണ്. ചങ്ങനാശ്ശേരി പെരുന്ന തെഞ്ചേരിയിൽ രമ്യയാണ് ഭാര്യ. ഇനി കാണാം ഇൻഫോടോക്ക്. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏകദേശം 22% സ്ത്രീകളും ഉയർന്ന പ്രസവപരിചരണ ചെലവുകൾ ആണ് നേരിടുന്നത്. മെഡിക്കൽ ചെലവുകൾ കുതിച്ചുയരുന്നത് ഗുണനിലവാരമുള്ള പ്രസവപരിചരണം കൂടുതൽ ചെലവേറിയതാക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രസവ ആരോഗ്യ ഇൻഷുറൻസ് ഏറെ പ്രധാനമാണ്. റിപ്പോർട്ട് കാണാം. പ്രസവം, പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ആരോഗ്യ പോളിസിയാണ് മെറ്റർണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ്. സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രസവവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനാണ് മെറ്റർണിറ്റി ഇൻഷുറൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
സാധാരണയായി ഇത് ഫാമിലി ഫ്ലോട്ടർ പ്ലാനുകളിൽ ഒരു ആഡ് ഓൺ ആയാണ് നൽകുന്നത്. ഗർഭകാലത്തെ സങ്കീർണതകളും ഇൻഷുറൻസ് കവർ ചെയ്യുന്നു. സാധാരണ പ്രസവങ്ങളും സിസേറിയനും ഉൾക്കൊള്ളുന്നു. ഗർഭകാലത്ത് ഡോക്ടർമാരുടെ കൺസൾട്ടേഷനുകൾ, അൾട്രാസൗണ്ട് സ്കാനുകൾ, മരുന്നുകൾ, പ്രസവത്തിനു ശേഷമുള്ള തുടർ സന്ദർശനങ്ങൾ എന്നിവ അടക്കം ഇൻഷുറൻസ് പരിധിയിൽപ്പെടുന്നതാണ്. പല പോളിസികളും നവജാത ശിശുക്കൾക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് കവറേജ് നൽകുന്നു. വാക്സിനേഷനുകളും മെഡിക്കൽ ചികിത്സകളും ഇതിൽ ഉൾപ്പെടുന്നു. ഗർഭധാരണവുമായി ബന്ധപ്പെട്ട സങ്കീർണതകളിൽ ആവശ്യമായ അടിയന്തര ആംബുലൻസ് സേവനങ്ങൾ ഉൾക്കൊള്ളുന്നു. നെറ്റ്വർക്കിലുള്ള ആശുപത്രികൾ ക്യാഷ്ലെസ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രസവ പരിരക്ഷയ്ക്കായി അടച്ച പ്രീമിയങ്ങൾക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80D പ്രകാരം നികുതി കിഴിവുകൾ ലഭിക്കും. ചില പോളിസികളിൽ എക്ടോപിക് ഗർഭം, ഗർഭകാല പ്രമേഹം തുടങ്ങിയ സങ്കീർണതകളുള്ള കവറേജ് ഉൾപ്പെടുന്നു. സ്വകാര്യ ആശുപത്രികളിലെ പ്രസവ ചെലവുകൾ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയോ അതിൽ കൂടുതലോ ആകാം. പ്രസവ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ ചെലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ സാരമായി ബാധിക്കും. പ്രസവ മെഡിക്കൽ ഇൻഷുറൻസ് നേരത്തെ എടുക്കുന്നത് വഴി ഇൻഷുറൻസ് കമ്പനികൾ നിഷ്കർഷിക്കുന്ന 2 മുതൽ 4 വർഷം വരെ നീളുന്ന വെയിറ്റിംഗ് പീരീഡിനെ മറികടക്കാം. സമഗ്രമായ പ്രസവ പരിരക്ഷ ഉണ്ടായിരിക്കുന്നത് മികച്ച ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ലഭിക്കാൻ സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ഓഡിയോളജിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിൽ ബിരുദവും RCA രജിസ്ട്രേഷനും പ്രവൃത്തി പരിചയമുള്ള 40 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നവർ ജനനത്തീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും ബയോഡാറ്റയും സഹിതം നേരിട്ടോ തപാൽ മുഖേനയോ മെയ് 21 വൈകിട്ട് 5 മണിക്ക് മുൻപായി ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 25 824 ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,610 രൂപയും പവന് 68,880 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത ആമ്പല്ലൂരിൽ വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് ജനം. പറപ്പൂക്കര ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. പീച്ചി ഡാം റിസർവോയറിൽ കണ്ടെത്തിയ കാട്ടാനക്കുട്ടി ചരിഞ്ഞു. ആനക്കുട്ടിക്ക് അവശത ഉണ്ടായിരുന്നതായി വനം വകുപ്പ്. തൃശൂരിൽ പെർമിറ്റില്ലാതെ ഓടിയ ബസ് RTO എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഒരു മാസത്തിന് ശേഷം പവന് സ്വർണ്ണവില 69,000 താഴെ എത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.